ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും സുഖമാണോ? ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് മുതിരയും മുട്ടയും കൊണ്ടുള്ള ഒരു വിഭവമാണ് കേട്ടോ. ഈ ഒരു റെസിപ്പി എന്ന് പറയുന്നത് നമുക്ക് ഡയറ്റ് ചെയ്യുന്നവർക്കും വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും ഒക്കെ കഴിക്കാൻ പറ്റിയ ഒരു വിഭവമാണ്. അതിനായിട്ട് ഞാനിവിടെ എടുത്തു വെച്ചിട്ടുള്ളത് 6 മുട്ട എടുത്തു വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ ഇതിലോട്ട് ആവശ്യമായിട്ടുള്ള മുതിര ഉപ്പിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുത്തിട്ടുള്ളതാണ്. നമ്മൾ ഈ മുതിര വേവിക്കുമ്പോൾ മുതിര കുതിർത്തേണ്ട ആവശ്യമൊന്നുമില്ല. ഇനി കുതിർത്തിയാലും കുഴപ്പമൊന്നുമില്ല. പിന്നെ കടലയും പയറും ഒക്കെ നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്തി വേവിക്കുന്നത് പോലെ വേവിക്കേണ്ട ആവശ്യമൊന്നുമില്ല. പെട്ടെന്ന് തന്നെ വെന്ത് കിട്ടും. കുക്കറിൽ ഒരു 4 വിസിൽ വരുമ്പോഴേക്കും നമുക്ക് മുതിര നന്നായിട്ട് തന്നെ വെന്ത് കിട്ടും. പിന്നെ സൂപ്പർ മാർക്കറ്റുകളിൽ നിന്ന് പാക്കറ്റിലൊക്കെ വാങ്ങുന്ന മുതിരയാണെങ്കിൽ അരിക്കേണ്ട ആവശ്യമില്ല. സാധാ കടകളിൽ നിന്ന് വാങ്ങുന്ന മുതിരയാണെങ്കിൽ അരിക്കണം കേട്ടോ. ചിലപ്പോൾ കല്ലുണ്ടാവാൻ സാധ്യതയുണ്ട്. മുതിരയുടെ ഗുണങ്ങളെ പറ്റി എല്ലാവർക്കും അറിയായിരിക്കും. നിറയെ നാരുകൾ അടങ്ങിയിട്ടുള്ളതാണ്. ഒരുപാട് പോഷക ഗുണങ്ങളും ഈ മുതിരയ്ക്കുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ സ്കിന്നിനും ഏറ്റവും നല്ലതാണ്. അപ്പോൾ ഇത് ഉണ്ടാക്കുന്നതിനായിട്ട് ഞാനിവിടെ അപ്പോൾ കുറച്ച് പച്ചക്കറികൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് ബീൻസ് എടുത്തു വെച്ചിട്ടുണ്ട്, കുറച്ച് ക്യാരറ്റ് ചെറുതായി നുറുക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എടുത്തിട്ടുള്ളത് ഒരു സവാളയാണ്. പിന്നെ ഞാനിതാ ഒരു ചെറിയ കഷ്ണം ക്യാബേജും കൂടി അരിഞ്ഞു വെച്ചിട്ടുണ്ട്. ഇതൊക്കെ ചോപ്പറിലിട്ടിട്ട് നന്നായിട്ട് പൊടിയായി തന്നെ അരിഞ്ഞെടുക്കണം കേട്ടോ. അങ്ങനെ അരിഞ്ഞു വെച്ചിട്ടുള്ളതാണ് ഈ പച്ചക്കറികൾ. പിന്നെ നമ്മളിവിടെ എടുത്തിട്ടുള്ളത് ഒരു പച്ചമുളകാണ്. അപ്പോൾ പച്ചമുളക് ഇടയ്ക്കൊക്കെ ഒന്ന് കടിക്കുന്നത് ഇഷ്ടമുള്ളവരാണെങ്കിൽ ഒരു പച്ചമുളക് വേണ്ട, കുറച്ചും കൂടിയൊക്കെ പച്ചമുളക് നമുക്ക് എടുക്കാവുന്നതാണ്. അപ്പോൾ ഇതെല്ലാം ഇതുപോലെ പൊടിയായി അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അടുപ്പിലോട്ട് ഒരു ചീനച്ചട്ടി വെച്ച് കൊടുക്കാം. അതിലോട്ട് വെളിച്ചെണ്ണയാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. അതിനുശേഷം നമ്മൾ അതിലോട്ട് നുറുക്കി വെച്ചിട്ടുള്ള സവാള ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് സവാളയൊക്കെ നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കണം. അപ്പോൾ സവാളയൊക്കെ ഒന്ന് വഴണ്ടി വരുമ്പോഴേക്കും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. തൊട്ടടുത്തുള്ള ബെല്ലൈക്കണിൽ ഓൾ എന്ന ഓപ്ഷനും കൂടി അമർത്തണം കേട്ടോ. പിന്നെ ലൈക്കും ഷെയറും കമൻറ്റും ഒന്നും ആരും ചെയ്യാൻ മറന്നു പോകണ്ട കേട്ടോ. അപ്പോൾ നമ്മുടെ സവാളയൊക്കെ ഇവിടെ നന്നായിട്ട് മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലോട്ട് ക്യാരറ്റും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ക്യാരറ്റും നമ്മൾ നുറുക്കി വെച്ചിരിക്കുന്ന ബീൻസും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതും കൂടെ ഒന്ന് വഴണ്ടി വന്നപ്പോൾ ഞാനിതാ ക്യാബേജും നമ്മുടെ പച്ചമുളകും കൂടെ അതിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ നുറുക്കി വെച്ചിട്ടുള്ള പച്ചക്കറികൾ മുഴുവനായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്ത് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. അതിനുശേഷം ഞാനിതാ 1.5 ടീസ്പൂണോളം കുരുമുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഞാൻ ഇട്ട് കൊടുത്തത് 2 ടീസ്പൂണോളം ചിക്കൻ മസാലയാണ്. അപ്പോൾ ഈ പൊടികൾ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് തന്നെ മൂപ്പിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇട്ട് കൊടുത്ത ചിക്കൻ മസാലയുടെയും കുരുമുളക് പൊടിയുടെയും ഒക്കെ പച്ചമണം മാറി വന്നപ്പോൾ ഞാൻ അതിലോട്ട് ഇട്ട് കൊടുക്കുന്നത് 5 ടേബിൾ സ്പൂണോളം നാളികേരം ചിരകിയതാണ്. അപ്പോൾ നാളികേരത്തിനൊക്കെ ഇപ്പോൾ ഭയങ്കര വിലയാണ്, വെളിച്ചെണ്ണയ്ക്കും ഭയങ്കര വിലയാണ്. അതുകൊണ്ട് വേണമെങ്കിൽ ഈ സ്റ്റെപ്പ് ഒഴിവാക്കാം കേട്ടോ. ഇനി നമ്മൾ നാളികേരം കൂടെ ഇട്ട് കൊടുത്തത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിനുശേഷം നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള മുതിരയും കൂടെ ഇട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പച്ചക്കറികളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊന്ന് 2 ഭാഗങ്ങളിലായിട്ട് ഒന്ന് വകഞ്ഞ് മാറ്റി കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ നമുക്ക് 2 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ട ഒന്ന് പൊട്ടിച്ച് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക. അപ്പോൾ നമ്മൾ എടുത്തു വെച്ചിട്ടുള്ള മുട്ടയൊക്കെ ഇതുപോലെ ഇതിലോട്ട് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ മുട്ടയിലോട്ട് വളരെ കുറച്ച് മാത്രം ഒന്ന് ഉപ്പിട്ട് കൊടുക്കാം. നമ്മൾ ആ പച്ചക്കറികളിലും മസാലയിലും ഒക്കെ ഉപ്പിട്ട് കൊടുത്തതാണ്, അതിനനുസരിച്ച് വേണം ഉപ്പിട്ട് കൊടുക്കാനായിട്ട്. ഇനി നമുക്ക് ആ ഉപ്പൊന്ന് ഇളകാനായിട്ട് മാത്രം ഒന്നിങ്ങനെ ഇളക്കി കൊടുക്കാം. എന്നിട്ട് അതിനുശേഷം നമുക്ക് ഇത് കഷ്ണങ്ങളായിട്ട് വേണം കിട്ടാനായിട്ട്. അതിനായിട്ട് ഞാനിതവിടെ ഉപ്പിട്ടിട്ട് കുറച്ചൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഒന്ന് അടച്ചു വെക്കുന്നുണ്ട്. ഇത് അങ്ങനെ ഇരുന്ന് ഒരു 2 മിനിറ്റ് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമ്മളിത് അടച്ചു വെക്കാനായിട്ട്. എന്നിട്ട് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്തു. എന്നിട്ട് വീണ്ടും മൂടി വെച്ചു. പിന്നെ ഒന്നും കൂടെ ഒന്ന് അടി പിടിക്കേണ്ടെന്ന് വെച്ച് ഒന്നും കൂടെ ഇളക്കി കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒന്നുകൂടെ ഒന്ന് മൂടി വെച്ചു. അതിനുശേഷം നമുക്കിത് നന്നായിട്ട് തന്നെ ഈ പച്ചക്കറികളിലും ഇതിലും ഒക്കെ ഒന്ന് മിക്സ് ചെയ്ത് നന്നായിട്ട് എടുക്കാം. അപ്പോൾ നമ്മളിത് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം മൂടി വെച്ച് തന്നെ ഇത് വേവിച്ചെടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതുപോലെ ആയി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ട് തന്നെ മിക്സ് ചെയ്തെടുക്കാം. എല്ലാ പച്ചക്കറികളും മുതിരയും എല്ലാം കൂടി ആ മസാലപ്പൊടികളും ഒക്കെ ഒന്ന് പിടിക്കാനായിട്ട് ഒരു പാതി വേവിൽ നമുക്ക് മുട്ട ഇതിലോട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇതിൽ ഇടുന്ന മുട്ട നമ്മൾ വല്ലാതെ അങ്ങ് മൊരിയിപ്പിച്ച ഒരു ടേസ്റ്റ് ഉണ്ടാവില്ല കേട്ടോ. നന്നായിട്ട് തന്നെ ഇങ്ങനെ ഡ്രൈ മുട്ടയായി കിട്ടിയാൽ നമുക്കിതൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഇതൊരു പാതി വേവിൽ ഇതുപോലെ എന്നാൽ നമുക്ക് വേവും വേണം. അങ്ങനെ ഒരു പാകത്തിന് നമ്മൾ ഇതെടുക്കണം. അപ്പോൾ നമ്മളിതാ തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നമ്മുടെ മുതിരയും മുട്ടയൊക്കെ ഇവിടെ റെഡി ആയി വന്നപ്പോൾ ഇനി ഞാൻ അതിലോട്ട് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്.
എന്നിട്ട് അതും കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ തീ ഓഫ് ചെയ്തതിന് ശേഷം മല്ലിയില ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് തന്നെ ഇളക്കിയെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ മുതിരയും മുട്ടയും ഇതാ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ വെയിറ്റ് ലോസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് ഒരു അടിപൊളി റെസിപ്പിയാണ്. അപ്പോൾ ഇത് മാത്രം മതിയാവും ഡിന്നറിന്. ഇത് മാത്രം കഴിച്ചാൽ തന്നെ നമുക്ക് വയറ് ഫില്ലായിക്കോളും. അപ്പോൾ ഇതുപോലെ പച്ചക്കറികളൊക്കെ ഇട്ടിട്ട് മുതിരയും മുട്ടയൊക്കെ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ കുട്ടികൾ പച്ചക്കറികളും കഴിക്കും, മുതിരയും കഴിക്കും. മുട്ടയൊക്കെ കഴിക്കുന്നത് കുട്ടികൾക്ക് ഒരുപാട് നല്ലതാണ്. അപ്പോൾ ഇന്നത്തെ ഈ ഹെൽത്തി റെസിപ്പി എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. വീണ്ടും അടുത്തൊരു വീഡിയോയിൽ കാണാം. വീഡിയോ ഇഷ്ടമായ ലൈക്കും ഷെയർ സബ്സ്ക്രൈബും ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കണ്ട കേട്ടോ. പിന്നെ കമൻറ്റും കൂടെ ചെയ്തേക്കണേ. താങ്ക്